കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പ്രദേശവാസികൾ ഇവിടെ അനുഭവിക്കുന്ന വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് കോറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കോറ നടക്കുക എന്നുള്ളത് തന്നെ ഈ നാട്ടിലുള്ളവരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുമായി സംബന്ധിച്ച് അവിടെ കല്ലുകൾ പൊട്ടിക്കുമ്പോഴുള്ള ജർക്കിംഗ് ഒക്കെ വളരെയേറെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിലെ കൊണ്ടുപോകുന്ന ഈ വാഹനങ്ങളുടെ ഈ അമിതമായ വാഹനങ്ങൾ, എല്ലാ വാഹനങ്ങളും ഈ ഇവിടുന്ന് ഒള്ളത്താഴത്ത് കവല മുതൽ ഈ പാടിച്ചിറ വഴിക്കുള്ള ഈ വഴി കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ക്രമാതീതമായ വലിയ വാഹനങ്ങളൊക്കെയാണ് ഇതിൽ കടന്നു പോകുന്നത്. കുട്ടികളും കുടുംബങ്ങളൊക്കെ ഒരുപാട് പാർക്കുന്ന സ്ഥലങ്ങളാണ്. കുഞ്ഞു കുട്ടികൾ, നമുക്കറിയാം ഈ കുട്ടികളെല്ലാം വീടുകളെല്ലാം ഈ വഴിയോരങ്ങളിലാണ്. അപ്പം വഴിയോരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കുട്ടികളുള്ള വീടുകൾ അത് ഞങ്ങൾക്ക് അപകടമാണ്. ഈ വഴിയൊക്കെ വളരെ ദാരുണമായ അവസ്ഥയാണ്. കുറച്ചും കൂടി താഴോട്ട് ചെന്നാൽ വഴി വളരെ മോശമായിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടും ഞങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഒരു നിസ്സംഗത കൂടിയുണ്ട്. കാരണം ഡിസംബർ മാസത്തിൽ എൻ്റെ അടുത്ത് ഈ പ്രദേശവാസികൾ പലതവണ എൻ്റെ അടുത്ത് വന്ന് ഈ സങ്കടം അറിയിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു 3 തവണ ഞാൻ ഫോൺ വിളിച്ചു. എന്നിട്ട് അതിനകത്ത് ഒരു പ്രതികരണവും ഇല്ലാത്തത് കൊണ്ട് അതിനുശേഷം ഈ പ്രദേശവാസികളുടെ അഭിപ്രായ പ്രകാരം അവിടെ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് വരെ പഞ്ചായത്ത് നൽകിയതാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞത് അത്രേ ഉള്ളൂ, ഈ 3 വാർഡിലുള്ള വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും കോറ മുതലാളിയും കൂടി വന്ന് ഞങ്ങൾക്കൊരു ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ചർച്ച ചെയ്തത്, ഞങ്ങൾക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം ഈ വഴിയുമായി ബന്ധപ്പെട്ട് ഈ കോറയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകണം ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അതിന് ഒരു പ്രതികരണവും ഇത്രയും ദിവസമായിട്ട് നടക്കാത്തത് കൊണ്ട് ആ നിസ്സഹായ അവസ്ഥയിൽ നിന്നാണ്, ഉദാസീനതയാണ്. കോറ മുതലാളി ഞങ്ങൾ വിളിച്ചിട്ട് ഒരു തവണ എങ്കിലും ഞങ്ങളോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ പറയാനും ഒരു തവണയെങ്കിലും കോറ മുതലാളി വന്നു. പക്ഷേ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പലതവണ 3 തവണ ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ട്. 3 തവണ ഞങ്ങൾ വിളിക്കുകയും അതിനുശേഷം റിട്ടേൺ ഡോക്യുമെന്റ് കൊടുത്തിട്ട് പോലും യാതൊരു പ്രതികരണവും ഇല്ലാതെ അവരുടെ നിസ്സംഗതയും ഉദാസീനതയും കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പ്രദേശവാസികൾ ഇത് തടയുമ്പോൾ ഞാൻ ഇവരുടെ കൂടെ ആയിരിക്കുന്നതിന് കാരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആവശ്യമായ ഇടപെടലുകളും ശാശ്വതമായ പരിഹാരവും ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ഇവിടെ ഇത്രയും പേര് ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ ഗതികേട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. വളരെ മനോഹരമായി ഇത്രയും കാലം ഞങ്ങൾ ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ റോഡ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ല എന്ന് മാത്രമല്ല, ഉറപ്പായിട്ടും അപകടം ഓൾറെഡി ഞങ്ങൾക്ക് ഇവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ വലിയ കുഴികളാണ്. ഒന്നാമത് ഇത് ഇറക്കവും വലിയ വളവുകളുമുള്ള ഒരു റോഡാണ്. അതിലൂടെ ഇത്രയും ഭാരമുള്ള ഈ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് എതിരെ ഒരു വണ്ടി പോവുകയോ, ഞങ്ങൾ ബൈക്കിനാണെങ്കിലും കാൽനട യാത്ര പോലും ഞങ്ങൾക്ക് സാധ്യമല്ലാതിരിക്കുകയാണ്. വലിയ ഗർത്തങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അകലിൽ നിന്ന് നോക്കിയാൽ ഒരു പക്ഷേ കാണാൻ പറ്റില്ല. പെട്ടെന്ന് വരുന്ന ഒരു വണ്ടിയാണെങ്കിൽ ആ കുഴിയിലേക്ക് പോവുകയും ജീവന് തന്നെ നാശമുണ്ടാകുകയും ചെയ്യും. ഒപ്പം തന്നെ സ്കൂളിൽ പോകുന്ന ഞങ്ങളുടെ കുട്ടികൾ, അതുപോലെ സൈക്കിളിൽ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ആ കുട്ടികളെ പേടിച്ചിട്ട് പുറത്തിറക്കി വിടാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിലെ ഇനി ഇത്രയും വലിയ വാഹനങ്ങൾ പോകുവാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ഞാനിവിടെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇവിടെ ഞങ്ങൾക്ക് രാവിലെ പരീക്ഷ ആയതുകൊണ്ട് ഇപ്പോൾ രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾക്ക് സ്കൂളിൽ ക്യാമ്പുണ്ട്. രാവിലെ 7 മണിക്ക് ഇവിടുന്ന് പോകുമ്പോൾ തൊട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ വരെ ഈ വണ്ടിയിലൊക്കെ ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ റോട്ടിൽ കൂടെ ഒന്ന് പോകാൻ പോലും പറ്റുന്നില്ല. വണ്ടി വരുവാണെങ്കിൽ നമുക്ക് സൈഡ് പോലും കിട്ടത്തില്ല. ഈ കാട്ടിൽ കൂടെ ഒക്കെ കയറി പോകേണ്ട അവസ്ഥയാണ്. പിന്നെ രാവിലെ ഒന്ന് സമാധാനമായിട്ട് പഠിക്കാന്ന് വെച്ചാൽ രാവിലെ എഴുന്നിട്ടുണ്ടെങ്കിൽ രാവിലെ 5 മണി തൊട്ടിട്ട് ഇവിടെ ഭയങ്കര ശബ്ദമാണ് ഈ ഇത് പൊട്ടിക്കുന്നതിൻ്റെ. പിന്നെ ഈ വണ്ടികൾ വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈക്കിളിന് പോകാനോ നടന്നു പോകുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ മൊത്തം പ്രശ്നമാണ്, പഠിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീട് ആ വളവിൻ്റെ ആ സൈഡ് കൊണ്ടാണ്. അപ്പോൾ വണ്ടി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മാനസികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. പല പ്രാവശ്യം അവിടെ ആക്സിഡന്റ് നടക്കുന്നുണ്ട്. രാത്രിയും പകലൊക്കെ ആയിട്ട് 3-4 പ്രാവശ്യം ആക്സിഡന്റ് വന്നിട്ട് സ്കൂട്ടിക്കാർ വീണ് നേരെ പോകുന്ന സ്കൂട്ടി തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെ അഗാധമായൊരു ഗർത്തം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മഴയായാൽ വെള്ളവും ചെളിയും, വേനലായ പൊടി കൊണ്ട് എനിക്ക് നിൽക്കപ്പുറതിയില്ല. ഞാൻ അലർജിക്ക് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പൊടിപലനങ്ങളാൽ ശ്വാസം മുട്ടുകയും ശ്വസിക്കാൻ പോലും സാധിക്കുകയില്ല. ഒരു മരുന്ന് കഴിച്ചിട്ട് പകലൊന്ന് വിശ്രമിക്കാന്ന് വെച്ചാൽ അതിനു പോലും സാധിക്കുന്നില്ല. കോറയിൽ നിന്നുള്ള ആ ജെറിക്കിന്റെ, അതായത് പൊട്ടിക്കുന്നതിന്റെ ആ ശബ്ദം വലിയ ഭീകരതയോടുകൂടിയാണ് അനുഭവപ്പെടുന്നത്. ആ സമയം എന്താണെന്നറിയാൻ പോലും സാധിക്കാതെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയേറ്റ് ഓടാറുണ്ട്. അതുപോലെ തന്നെ വണ്ടി വരുന്നത് കാണുമ്പോൾ
ലോഡ് കയറ്റിയ വണ്ടി വരുന്നത് കാണുമ്പോഴും പിന്നെ വണ്ടി ചെരിയുന്നത് കൊണ്ട് ഏത് സമയവും വീടിന്റെ ആ സൈഡിലേക്ക് മറിയാനുള്ള സാധ്യതയും കൂടി